ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വേൾഡ് തൈറോയിഡ് ഡേ എന്നാണ്. അപ്പോൾ ലോക തൈറോയിഡ് ദിനം എന്നാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. മെയ് 25-നാണ് വേൾഡ് തൈറോയിഡ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ലോക തൈറോയിഡ് ദിനം ആചരിക്കുന്നത് മെയ് 25-നാണ് ഇത് ആചരിക്കുന്നത്. ഇനി ഇതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 2 സംഘടനകളാണ്. ഒന്ന് യൂറോപ്യൻ തൈറോയിഡ് അസോസിയേഷനും അമേരിക്കൻ തൈറോയിഡ് അസോസിയേഷനും കൂടെ ചേർന്നാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ETA-യും അതുപോലെ ATA-യും, ETA ആൻഡ് ATA, ഈ 2 സംഘടനകൾ ചേർന്നാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, തൈറോയിഡ് ഡേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയ് 25-നാണ് ലോക തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, LDC പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ദിനം അല്ലെങ്കിൽ ഒരു നാഷണൽ ഡേ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് തൈറോയിഡ് ഡേ മെയ് 25. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മറ്റൊരു ദിവസത്തെ കുറിച്ചാണ്, ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ മെയ് 25. അപ്പോൾ അതും മെയ് 25-ന് തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേയും മെയ് 25-ന് തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ മിസ്സിംഗ് ആവുന്നതിന്റെ ഒരു അവയർനെസ് പാരന്റ്സിന് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് 2001 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആചരിക്കാൻ തുടങ്ങിയത് 2001 മുതലാണ്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ICMEC ആണ്. ICMEC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ. ഈ സംഘടനയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ICMECയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അലക്സാൻഡ്രിയയാണ്, വിർജീനിയ, US അലക്സാൻഡ്രിയ വിർജീനിയയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ഫ്രാൻസ് ബി ഹമ്മർ ആണ്. ഇതിന്റെ ICMECയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ICMEC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്നുള്ള സംഘടനയാണ്. അപ്പോൾ 2 ദിവസത്തെ കുറിച്ച് നമ്മൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് വേൾഡ് തൈറോയിഡ് ഡേ എന്നാണെന്ന് പറഞ്ഞു, മെയ് 25. രണ്ടാമത്തെ ചോദ്യം ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ എന്നാണ്, മെയ് 25. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, LDC പരീക്ഷകളിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ദിനത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വേൾഡ് ബാങ്കിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ സൗത്ത് ഏഷ്യയുടെ പ്രധാന പദവിയിലേക്ക് നിയമിതനായ ഇന്ത്യൻ ആരെന്നാണ്. അപ്പോൾ ഏത് ഇന്ത്യക്കാരനാണ് വേൾഡ് ബാങ്കിന്റെ അല്ലെങ്കിൽ ലോക ബാങ്കിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൗത്ത് ഏഷ്യയുടെ പ്രധാന പദവിയിലേക്ക് വന്നിരിക്കുന്നത്? അബ്ബാസ് ചായാണ്. അപ്പോൾ അബ്ബാസ് ചായാണ് വേൾഡ് ബാങ്കിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ സൗത്ത് ഏഷ്യയുടെ പ്രധാന പദവിയിലേക്ക് വന്നിരുന്ന ഇന്ത്യക്കാരൻ. ഇനി വേൾഡ് ബാങ്കിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഡേവിഡ് മൽപാസ് ആണ് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ വാഷിംഗ്ടൺ DC-യിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. ഡേവിഡ് മൽപാസ് ആണ് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, സമഗ്ര ഭൂപരിഷ്കരണ നിയമം പ്രസക്തിയും പ്രാധാന്യവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അപ്പോൾ ചോദ്യം ഇതാണ്, സമഗ്ര ഭൂപരിഷ്കരണ നിയമം പ്രസക്തിയും പ്രാധാന്യവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MS സാബു ആണ്. അപ്പോൾ MS സാബു ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, സമഗ്ര ഭൂപരിഷ്കരണ നിയമം പ്രസക്തിയും പ്രാധാന്യവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MS സാബു ആണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, കായിക മേഖലയ്ക്ക് വ്യവസായ പദവി നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം, ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. അപ്പോൾ മിസോറാമിലാണ് കായിക മേഖലയ്ക്ക് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ നേവി വികസിപ്പിച്ച ബ്രീത്തബിൾ PPE കിറ്റിന്റെ പേരെന്ത്? PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് എന്നാണ് പറയുന്നത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് കിറ്റിന്റെ പേര്, ഇന്ത്യൻ നേവി വികസിപ്പിച്ച PPE കിറ്റിന്റെ പേരാണ് നവരക്ഷക് എന്നാണ് ഈ PPE കിറ്റിന്റെ പേര്. അപ്പോൾ ഇന്ത്യൻ നേവി ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്ന ഈ COVID-19 പശ്ചാത്തലത്തിൽ വികസിപ്പിച്ചിരിക്കുന്ന PPE കിറ്റിന്റെ പേരാണ് നവരക്ഷക്. ഒരു മൾട്ടി ലെയർ കവറോളാണ്. അപ്പോൾ ഇത് ഒരു മൾട്ടി ലെയർ കവറോളാണ്. അതുപോലെ തന്നെ നോവൽ പ്രൊട്ടക്ടർ കൂടിയാണ് ഈ കിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവി വികസിപ്പിച്ച ബ്രീത്തബിൾ PPE കിറ്റിന്റെ പേരാണ് നവരക്ഷക്. ഇനി അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം ഇതാണ്. 2020 മെയ്യിൽ അന്തരിച്ച
ഇറ്റലി ഫുട്ബോൾ ടീമിന്റെ മുൻ കളിക്കാരനും അവരുടെ ലോക്കൽ മാനേജറുമായിരുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, 2020 മെയിൽ അന്തരിച്ച ഇറ്റലിയുടെ മുൻ കളിക്കാരനും അതുപോലെ തന്നെ ലോക്കൽ മാനേജറുമായിരുന്ന വ്യക്തി ആരെന്നുള്ളതാണ് ചോദ്യം. ജിജി സിമോണിയാണ് ഇപ്പോൾ 2020 മെയിൽ അന്തരിച്ച വ്യക്തി എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം. അപ്പോൾ 81 വയസ്സായിരുന്നു അദ്ദേഹം ജനിച്ചത് 1939 ജനുവരി 22-നാണ് ജനിച്ചത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 2020 മെയിൽ അന്തരിച്ച ഇറ്റലി ഫുട്ബോൾ ടീമിന്റെ മുൻ കളിക്കാരനും അതുപോലെ ലോക്കൽ മാനേജറുമായിരുന്ന വ്യക്തി ജിജി സിമോണി. അപ്പോൾ ഇറ്റലിയെ പറ്റി പറയുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. അതുപോലെ അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സെർജിയോ മറ്റാറെല്ലയാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഗിസ്പി കോണ്ടെയാണ്. അപ്പോൾ ഗിസ്പി കോണ്ടെയാണ് പ്രൈം മിനിസ്റ്റർ, സെർജിയോ മറ്റാറെല്ലയാണ് അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 2020 മെയിൽ പാലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കാണ് ഇന്ത്യ $2 മില്യൺ നൽകിയത്? അപ്പോൾ 2020 മെയിൽ പാലസ്തീനിലെ അഭയാർത്ഥികൾക്കായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കാണ് ഇന്ത്യ $2 മില്യൺ നൽകിയത്? ഇപ്പോൾ നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യ $2 മില്യൺ പാലസ്തീനിലെ അഭയാർത്ഥി സംഘടനകൾക്ക് അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് നൽകി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് സംഘടനയാണ് എന്നുള്ളതാണ് ചോദ്യം. UNRWA ആണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയാണ്. അപ്പോൾ ഉത്തരം ഇതാണ്, UNRWA. ഇത് യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി എന്ന് പറയുന്ന പോഷക സംഘടനയ്ക്കാണ് ഇന്ത്യ ഈ $2 മില്യൺ നൽകിയിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം ഇതാണ്, 2020 മെയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ 2020 മെയിൽ അന്തരിച്ച ഒരു മുൻ ഇന്ത്യൻ ഹോക്കി താരമുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ബൽബീർ സിംഗ്. 95 വയസ്സുള്ള ബൽബീർ സിംഗ് ആണ് ഇന്ത്യയുടെ ഹോക്കി താരം. 1924 ഒക്ടോബർ 19-നാണ് ഇദ്ദേഹം ജലന്ധറിലെ ഹരിപ്പൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി താരമാണ്. 1957 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി താരം ആരാണ് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബൽബീർ സിംഗ് ആണ്. ഇന്ത്യൻ ഹോക്കി അസോസിയേഷനെ പറ്റി പറയുമ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഷ്താഖ് അഹമ്മദ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി അടുത്ത ചോദ്യം, 2020 മെയിൽ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം, PPE എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ്. അപ്പോൾ ഈ PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതെന്നുള്ളതാണ് ഇന്ത്യ. അപ്പോൾ ഒന്നാമത് ചൈനയാണ്. അപ്പോൾ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ PPE നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ കൂടുതൽ ഉത്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ PPE രണ്ടാമത് നിർമ്മിക്കുന്നത് ലോകത്തിൽ വെച്ച് ഇന്ത്യയാണ് രണ്ടാമത്, ഒന്നാം സ്ഥാനം ചൈനയാണ്. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, 2020 മെയിൽ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ, ഒന്നാമത് ചൈനയാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ആരാണ് ജമ്മു കാശ്മീർ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, ആരാണ് ജമ്മു കാശ്മീർ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ബെൽ ബട്ടൺ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിവസേനയുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Thank you.